നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ഓരോ ഫ്ലാറ്റിനും പ്രത്യേക തണ്ടപ്പേരും ഭൂനികുതിയും. വായ്പ കൈമാറ്റ നടപടികൾ എളുപ്പമാകും. ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് ഇനി കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ അവർക്ക് അവകാശപ്പെട്ട ഓഹരി അവരുടെ പേരിലാക്കി പോക്കുവരവ് ചെയ്യാം. ഇതിന് വ്യക്തിപരമായി ഭൂനികുതിയും അടയ്ക്കാം. ഇതിനായി വ്യവസ്ഥകളോടെ റവന്യൂ വകുപ്പിൽ ഉത്തരവിറങ്ങി. സംസ്ഥാനത്തെ 2 ലക്ഷത്തോളം വരുന്ന ഫ്ലാറ്റ് ഉടമകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. നിലവിൽ ഫ്ലാറ്റ് ഉടമയുടെയോ അസോസിയേഷൻ്റെയോ ഒറ്റത്തണ്ടപ്പേരിൽ ഭൂനികുതി അടയ്ക്കുന്ന സ്ഥിതിയാണ്. ഫ്ലാറ്റുകൾ പണയപ്പെടുത്തി വായ്പ എടുക്കാനും ജപ്തി നേരിടുന്ന ഫ്ലാറ്റുകൾ വിൽക്കുവാനും മറ്റുമുള്ള തടസ്സങ്ങൾ ഇതോടെ ഒഴിവാകും. ബാങ്ക് ആവശ്യങ്ങൾക്ക് ഫ്ലാറ്റ് ഉടമയ്ക്ക് പ്രത്യേക ഭൂനികുതി രസീത് ഹാജരാക്കാനും സാധിക്കും. പോക്കുവരവ് ഇങ്ങനെയാണ്. ഫ്ലാറ്റുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൂടി ആധാരപ്രകാരം കൈമാറിയാലാണ് പോക്കുവരവ് അനുവദിക്കുക. ഭൂമി കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്ന് ആധാരം പരിശോധിച്ച് റവന്യൂ അധികൃതർ ഉറപ്പാക്കും. ഫ്ലാറ്റ് ഉടമയുടെയോ സ്ഥാപനത്തിൻ്റെയോ നിലവിലുള്ള തണ്ടപ്പേര് സബ് നമ്പർ നൽകിയാവും പോക്കുവരവ്. ഉദാഹരണത്തിന് 100 എന്ന തണ്ടപ്പേര് ഭൂമിയിൽ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫ്ലാറ്റ് രാജൻ എന്ന വ്യക്തിയും മറ്റൊന്ന് വിജയൻ വാങ്ങിയാൽ രാജന് 100/1 എന്ന തണ്ടപ്പേരും വിജയന് 100/2 എന്ന തണ്ടപ്പേരും നൽകണം. മാതൃ തണ്ടപ്പേരിലെ എല്ലാ സർവേ നമ്പറുകളും ഉപ തണ്ടപ്പേരുകളിലും അതേ വഴി ചേർക്കും. ഓരോ പുതിയ തണ്ടപ്പേരും രൂപീകരിക്കുമ്പോൾ മാതൃ തണ്ടപ്പേരിൽ നിന്ന് ഭൂമിയുടെ ആനുപാതിക വിസ്തീർണം കുറവ് ചെയ്യും. അങ്ങനെ മുഴുവൻ ഭൂമിയും കൈമാറി കഴിയുമ്പോൾ ഭൂമി വിസ്തീർണം ശൂന്യമായി മാതൃ തണ്ടപ്പേർ പ്രവർത്തനരഹിതമാകും. ഭൂമി അവകാശം കൈമാറിയിട്ടില്ല എങ്കിൽ ഭൂമി അവകാശം കൈമാറാത്ത കേസുകളിൽ ഭൂമുടമ നികുതി അടയ്ക്കുന്ന നിലവിലെ രീതി തുടരും. നിലവിലുള്ള ഫ്ലാറ്റ് ഉടമകൾക്ക് ബാക്ക്ലോഗ് എൻട്രി സംവിധാനത്തിലൂടെ അവരുടെ അവ്യക്ത വിഭാഗത്തിന് ഭൂനികുതി അടയ്ക്കുവാൻ സൗകര്യം നൽകും. മറ്റുള്ളവർ ഭാഗികമായോ മുഴുവനായോ അടച്ചിട്ടുണ്ടോ എന്ന് പരിഗണിക്കാതെ തന്നെ എല്ലാ താമസക്കാർക്കും അവരുടെ നികുതി അടയ്ക്കുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കും. സുനാമി ബാധിത പുനരധിവാസ ഫ്ലാറ്റുകളിലെ താമസക്കാരെയും ഇപ്രകാരമാകും ഭൂനികുതി അടയ്ക്കുവാൻ അനുവദിക്കുക. ഭൂമിയുടെ വിസ്തീർണം സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയുടെ അവകാശം കൈമാറുമ്പോൾ എത്ര വിസ്തീർണമാണ് കൈമാറുന്നതെന്ന് സൂചിപ്പിക്കുക. അവിഭക്ത അവകാശം കൈമാറുന്ന കേസുകളിൽ നികുതി രസീതിൽ അൺഡിവൈഡഡ് ഷെയർ UD എന്ന് രേഖപ്പെടുത്തും. തുടർന്ന് ആ പഞ്ചായത്തിലോ നഗരസഭയിലോ ബാധകമായ നിരക്കിൽ ഭൂമി ആകെ ഭൂവിസ്തൃതി ഫ്ലാറ്റ് ഉടമകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഭൂവിസ്തൃതിക്ക് ബാധകമായ നികുതിയോ മിനിമം തുകയായ ഒരു ആറിന് അതായത് 2.47 സെന്റ് തുകയോ ഏതാണോ കൂടുതൽ അത് ഈടാക്കും. ഓരോ തണ്ടപ്പേർ കക്ഷിക്കും അവിഭക്ത അവകാശം രേഖപ്പെടുത്തി പ്രത്യേക കൈവശ സർട്ടിഫിക്കറ്റും അനുവദിക്കാം. ലാൻഡ് റവന്യൂ കമ്മീഷണർ 2023 ഡിസംബറിൽ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 2024 സെപ്റ്റംബർ മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന റവന്യൂ സർവേ നിയമ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറങ്ങിയത്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.